എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനൽ നെയിം ദി വേർഡിക് ഷോ എന്നാണ്. ഇപ്പോൾ വേർഡിക് ഷോ ചാനലിൽ ഇപ്പോൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ വ്യൂസും പൊളിറ്റിക്കൽ തോട്ട്സും പിന്നെ എൻ്റർടൈൻമെൻറ്റൊക്കെയാണ്. സോ ഫ്യൂച്ചറിൽ നല്ലൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആക്ടർ വിജയിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ വിജയ് ഇപ്പോൾ പൊളിറ്റിക്കൽ എൻട്രി കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട്, അതായത് പാർട്ടി തുടങ്ങിയപ്പോൾ തൊട്ട് ഒക്ടോബർ 27 തൊട്ട് ഇതുവരെയും വിജയ് ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഉള്ളത്. സോ ഇന്ന് സംസാരിക്കാൻ പോണത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിജയുടെ പൊളിറ്റിക്കൽ ജേർണിയും പിന്നെ വിഷനെ കുറിച്ചാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. அரசியல் அண்ணன் தம்பி உறவை அறிமுகப்படுத்தின அறிஞர் அண்ணா சொன்ன மாதிரி ஒன்றே குலம் ஒருவனே தேவன்றது தான் எங்க நிலைப்பாடும். ஆனாலும் பெண் கல்வி, பெண்கள் முன்னேற்றம், சமூக சீர்திருத்தம், சமூக நீதி, பகுத்தறிவு சிந்தனை, பெரியார் சொன்னது எல்லாத்தையும் நாம முன்னெடுக்க போறோம். பெரியாருக்கு அப்புறம் எங்களுடைய கொள்கை தலைவர் பச்சை தமிழன் பெருந்தலைவர் காமராஜர். பெருந்தலைவர் காமராஜர் இந்த மண்ணில மதச்சார்பின்மைக்கும் நேர்மையான நிர்வாக செயல்பாட்டுக்கும் முன்னுதாரணமா இருக்கிறதால அவரை எங்கள் வழிகாட்டியாக ஏற்கிறோம். இந்திய துணைக்கண்டத்தின் அரசியல் சாசனத்தை ஆக்கி காட்டியவர் அண்ணல் அம்பேத்கர். வகுப்புவாரி பிரதிநிதித்துவத்தையும் சாதிய ஒடுக்குமுறையையும் நிலைநிறுத்த போராடின மாபெரும் தலைவர். அவரையும் எங்கள் வழிகாட்டி என்று சொல்வதில் பெருமை கொள்கிறோம். பெண்களை கொள்கை தலைவர்களாக ஏற்று களத்தில் வரும் முதல் அரசியல் கட்சி நம்ம தமிழக வெற்றி கழகம் தான். அப்படி நாம வழிகாட்டி தலைவர்களாக ஏற்ற 2 பெண்கள்ல ஒருத்தர் ஆக பெரும் வீராங்கனை, இந்த மண்ணை கட்டியாண்ட பேரரசி வேலு நாச்சியார். சொந்த வாழ்க்கையோட சோகத்தை கூட மறந்துட்டு இந்த மண்ணுக்காக வாளேந்தியும் வேலேந்தியும் போர்க்களம் புகுந்த ஆணை காட்டிலும் வீரமான வேகமான வீர புரட்சியாளர் தான் நம்ம வேலு நாச்சியார். இன்னொருத்தர் முன்னேற துடிக்கிற சமூகத்தில் பிறந்து இந்த மண் பின்தங்கிட கூடாது என்பதற்காக அதோட முன்னேற்றத்திற்காக பாடுபட்ட அஞ்சலை அம்மாள். சொத்தை இழந்தாலும் சுயநலம் பார்க்காம இந்த மண்ணுக்காக இந்திய சுதந்திர போராட்ட களத்தில் இறங்கி களமாடிய புரட்சி பெண்மணி தான் நம்ம அஞ்சலை அம்மாள். ஸோ இவங்க தான் நம்ம கொள்கை தலைவர்கள். എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വിജയുടെ ഇൻസ്പിറേഷൻ, പാർട്ടി ഇൻസ്പിറേഷൻ നോക്കുവാണെങ്കിൽ പെരിയാറും അംബേദ്കറും പിന്നെ വേലു നാച്ചിയാരൊക്കെയാണ്. പിന്നെ ഐഡിയോളജി ഇൻക്ലൂഡ് ആയിട്ടുള്ളതും വുമൻ റൈറ്റ്സും ഈക്വാലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ്, സെക്യുലറിസം, ഇതൊക്കെയാണ്. ഇപ്പോൾ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി തന്നെ നോക്കുവാണെങ്കിലും വിജയുടെ ഫാൻസിനൊരു വലിയ സംഭവം തന്നെയാണ്. വിജയുടെ ഫാൻസിന് മാത്രമല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു മുന്നിൽ നിൽക്കുന്നൊരു നടൻ തന്നെയാണ്. ഏറ്റവും അധികം ഫാൻസുള്ളൊരു നടൻ തന്നെയാണ് വിജയ്. ഇപ്പോൾ വിജയുടെ പാർട്ടി പേര് നോക്കുകയാണെങ്കിലും തമിഴക വെട്രിക്കഴകം പേര് തന്നെ പോപ്പുലറാണ്. പിന്നെ ഫാൻസിൻ്റെ സപ്പോർട്ട് എങ്ങനെ ഇല്ലാണ്ടിരിക്കുക. പിന്നെ വിജയ് പറഞ്ഞിട്ടുണ്ട്, ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹേറ്റ് പൊളിറ്റിക്സ് വേണ്ട, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പാർട്ടി തുടങ്ങിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പോൾ ഇതൊരു ജനറൽ ഇലക്ഷനിലൊരു സ്ട്രോങ് ഇമ്പാക്റ്റ് ആകുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നുള്ളത്. പിന്നെ വിജയ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീറ്റിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പിന്നെ വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രപ്പോസലും എതിർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്സിൽ ഹോണസ്റ്റിയും പിന്നെ സർവീസ് ഓറിയൻറ്റഡ് അപ്രോച്ചും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് വിജയുടെ വിഷനും. പിന്നെ അടുത്ത ജനറേഷന് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിജയുടെ വരവും. അപ്പോൾ വിജയ് പൊളിറ്റിക്കൽ എൻട്രി കൊടുത്തെന്ന് വെച്ചിട്ട് ആദ്യത്തെ ഇലക്ഷൻ ജയിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, തമിഴ്നാട് റൂൾ ചെയ്യുന്നുള്ളത് DMK പാർട്ടിയാണ്. ശക്തമായിട്ടുള്ളൊരു ഒപ്പോസിഷൻ തന്നെയാണ് വിജയ്ക്ക്. സോ DMK ആയിക്കോട്ടെ ADMK ആയിക്കോട്ടെ ഒരു ഒപ്പോസിഷൻ, നല്ലൊരു സ്ട്രോങ് ഒപ്പോസിഷൻ തന്നെയാണ് ഉള്ളത്. പിന്നെ വിജയ് പറഞ്ഞതുപോലെ, ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇത് അത്ര ഈസി ഒന്നുമല്ല. ഇപ്പോൾ വിജയനെ ഒപ്പോസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി അറിയാമല്ലോ. സോ DMK ADMK നല്ല കുറേ കൊല്ലം 60 വർഷത്തിന് മുകളിൽ തന്നെ ഉണ്ട് പാർട്ടി എക്സ്പീരിയൻസ്, DMK ആയിക്കോട്ടെ ADMK ആയിക്കോട്ടെ. സോ എന്തായാലും ഇപ്പോൾ വിജയുടെ ഇൻഫ്ലുവൻസും സപ്പോർട്ടും അയാൾക്കുള്ള ഒരു സ്ട്രെങ്ത്തും ഒരു ഗെയിം ചേഞ്ചർ ആണെന്നാണ് അനലിസ്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യുന്നുള്ളത്. സോ എന്തായാലും കാത്തിരിക്കേണ്ടി വരും, നോക്കാം. സോ നോക്കണം, ഇന്നലെ വരെ സിനിമ ബോക്സ് ഓഫീസിൽ കൊണ്ടുവന്ന ചേഞ്ചസ് ഇനി ഫ്യൂച്ചറിൽ പൊളിറ്റിക്സിൽ കൊണ്ടുവരാമെന്ന് കാത്തിരിക്കാം. സോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റിലിടുക. സോ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ തിരുത്താനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അറിയിച്ചാൽ മതി. സോ ഞാൻ ചേഞ്ചസ് കൊണ്ടുവരാം ഇനി ഫ്യൂച്ചറിൽ വരുന്നുള്ള വീഡിയോയിൽ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്യൂച്ചറിൽ വരുന്നുള്ള അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഒന്ന് ചാനൽ ഫോളോ ചെയ്യുക.